ഇന്ന് ഇൻഫർമേഷൻ മറ്റു കാര്യങ്ങളൊന്നുമല്ല. ഒരു കാര്യം നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. അത് വേറൊന്നുമല്ല. അല്ലേ, നമ്മള് ഇന്ത്യയുമായിട്ട് അല്ലെങ്കിൽ അയർലൻഡിനെ കമ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള താരതമ്യം ചെയ്ത് പഠനം നടത്തുകയൊന്നുമല്ല. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ഇതുപോലെ എന്റെ നാട്ടിൽ ആയിരുന്നെങ്കിൽ, ഈ ഒരു കൾച്ചർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും വിചാരിക്കാറുണ്ട്. അതിൽ എന്നെ സ്ട്രൈക്ക് ചെയ്ത പല കാരണങ്ങളിൽ ഒരു കാര്യം മാത്രമാണ് ഈ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പലരും പറഞ്ഞോളൂ, ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇന്നലെ നടന്നൊന്നുമല്ല, എനിക്കൊന്ന് ഏകദേശം 2 മാസക്കാലമായി കാണുമായിരിക്കും, ഓർമ്മ ശരിയാണെങ്കിൽ. ഞാൻ എന്റെ രാവിലെ ഏകദേശം ഒരു 10-11 മണിയായി കാണുമായിരിക്കും. എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ വർക്ക് ചെയ്ത് നടന്നു പോകുമ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ലേഡിയും 2 പേരുടെ ഇങ്ങനെ എന്ന് വർത്തമാനം പറയുന്നുണ്ട്. നമ്മൾ അവിടെ പലരും പേഷ്യൻസ് അല്ലെങ്കിൽ അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ വരാറുണ്ട്. നമ്മളങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കാത്തതുകൊണ്ട് അവര് അവർ വർത്തമാനം പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ അങ്ങോട്ട് അവരെ കവർ ചെയ്ത് പോകുമ്പോൾ അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് എന്റെ ഓഫീസിൽ നടന്നു വരുന്നു. അപ്പൊ അവരെന്നെ കണ്ടപ്പോൾ, ആ ലേഡി എന്നെ കണ്ടപ്പോൾ എന്തുകൊണ്ട് മീൻസ് ഇംഗ്ലീഷിൽ ഇങ്ങനെ എന്തുകൊണ്ട് സുഖമാണെന്നൊക്കെ ചോദിച്ചു. ഗുഡ് മോർണിംഗ് അങ്ങനെ പറഞ്ഞ് വിഷ് ചെയ്ത് എന്നിട്ട് അവരങ്ങ് പാസ് ചെയ്ത് പോയി. ചിരിച്ച് അവരങ്ങ് പാസ് ചെയ്ത് പോയി. ഞാൻ അങ്ങോട്ട് പാസ് ചെയ്ത് ഞാൻ അപ്പുറത്ത് ചെന്ന് തൊട്ടപ്പുറത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് അവിടെ രണ്ടുമൂന്ന് എന്റെ വേറെ സെക്ഷനിൽ വർക്ക് ചെയ്ത 2-3 കൊളീഗ്സ് ചെയ്യപ്പെടുന്നത്. അവരപ്പോൾ എന്നോട് ചോദിച്ചു, നിനക്ക് ആ പോയ ലേഡിയെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, ആരാ, പേഷ്യൻസിന് വല്ല ആണോ എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, അല്ല, അവരുടെ പേര് ജെന്നിഫർ എന്നാണ്, അയർലൻഡിലെ ഹെൽത്ത് മിനിസ്റ്റർ ആണെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ നാട്ടിലെ കേന്ദ്ര ആരോഗ്യമന്ത്രി. അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്കൊരു ഷോക്കാണ് ഉണ്ടായത്. കാരണം ഞാൻ പെട്ടെന്ന് എന്റെ രാജ്യത്തേക്കാണ് പോയത്. നമ്മുടെ നാട്ടിൽ ഒരു കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ സംസ്ഥാന മന്ത്രിമാരോ ആരെങ്കിലും ഒന്ന് വരുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറ്റുമെങ്കിൽ ആ വാർഡിലുള്ള പേഷ്യൻസിനെ മുഴുവൻ നമ്മൾ ഒഴിവാക്കി അവിടെ പോലീസും പട്ടാളം എല്ലാം കൂടെ വന്നിട്ട് മറ്റുള്ളവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട്. ഇതൊന്നും മാറ്റിയില്ലെങ്കിലും ഈ അനേകം ആൾക്കാർ വന്നിട്ട് ഇവിടെ വന്ന് ഈ പ്രൊട്ടക്ഷൻ എന്നും സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് ഹോസ്പിറ്റലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ. അത് ഞാൻ പെട്ടെന്ന് വെച്ചു, നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇപ്പൊ അവസ്ഥ എന്ന് ഞാൻ പെട്ടെന്ന് അല്ലെങ്കിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന 1-2 മലയാളമായിട്ടുള്ള കൊളീഗ്സിനോട് എന്ന് പറയുകയും ചെയ്തു. കാരണം നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ ഇപ്പൊ എന്തൊക്കെയാണ് സംഭവം നടക്കുന്നത്, പോലീസ് നായും മറ്റു കാര്യങ്ങളൊക്കെ വന്നു. അയ്യോ, ഭയങ്കര ബുദ്ധിമുട്ട്. അത് നമ്മുടെ നാട്ടില് ഒരു എന്താ പറയാ, ഒരു VIP കൾച്ചർ വളരെ കൂടുതലാണ്. ഇവിടെ VIP കൾച്ചർ ഒന്നും ഇല്ലെന്നൊന്നുമല്ല, പക്ഷെ ഇവിടെ അവിടെ അതിപ്രസരമാണ്. കാരണം മന്ത്രിമാര് വേണമെന്നൊന്നുമില്ല, ഒരു പഞ്ചായത്ത് മെമ്പർ ആയാലും മതി, അതിനെ ചുറ്റിപ്പറ്റി ഒരു 100 പേര് കൂടെ കാണും. മറ്റുള്ളവർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാകുന്നു, മറ്റുള്ളവർക്ക് സാധാരണക്കാരൻ എത്ര പ്രശ്നം ഉണ്ടാകുന്നു എന്ന് പറയുന്നില്ല. ഇപ്പം മന്ത്രിമാരെ മറ്റു കാര്യങ്ങൾ റോഡിൽ പോകുന്നുണ്ടെങ്കിൽ റോഡ് ബ്ലോക്ക് ചെയ്യുക, റോഡ് തടഞ്ഞു നിർത്തിട്ട് മറ്റുള്ളവർക്കെല്ലാം തടസ്സം ഉണ്ടാക്കിയിട്ട് ഇവർക്ക് പോകാൻ വേണ്ടി, സുഖമായിട്ട് പോകാൻ വേണ്ടി. അതാണ് നമ്മുടെ ജനാധിപത്യത്തെ രാജ്യത്തിലെ ഒരു വിചിത്രമായ ചില ആചാരങ്ങൾ. അങ്ങനെയൊക്കെ ആണ്. ഇനിയിപ്പോ അതൊക്കെ മാറുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇത് കണ്ടപ്പോഴേ പെട്ടെന്ന് എത്ര സിമ്പിളായിട്ടാണ് അവർ വന്നു പോയത്. അവരവരുടെ കാര്യം ചെയ്യാൻ വന്നു, അവര് കാര്യം പോകുന്നു. ആർക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. നമ്മളൊന്നും അറിയുന്നോടില്ല, ആരും അവരെ മൈൻഡ് ചെയ്യുന്നില്ല, ആരും അവരോട് വിട്ടു അങ്ങോട്ട് കയറി വട്ടം കൂടി നിൽക്കാൻ പോകുന്നില്ല. ഒരു പ്രശ്നമില്ല, പോലീസിന്റെ പട്ടാളം ഒരു പോലീസുകാരനെ പോലും ഞാൻ കണ്ടില്ല, അല്ലേ. അതിനുശേഷം അവരൊരു പ്രാവശ്യം ആ ലേഡി അവിടെ വന്നിരുന്നു. അപ്പൊ നമുക്ക് നേരത്തെ കാണുമ്പോൾ മനസ്സിലായി. പക്ഷെ അപ്പോഴും ഇതുപോലൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മുടെ നാട്ടിലും ഇതുപോലെ ഈ ഒരു VIP കൾച്ചർ ചെയ്യുക, മറ്റുള്ളവരെ സാധാരണക്കാരെ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ അവരുടെ കാര്യങ്ങൾ അവർക്ക് വേണ്ട ബഹുമാനവും സ്ഥാനങ്ങളും ഒക്കെ കൊടുക്കണം. പക്ഷെ ഒരു പബ്ലിക് പ്ലേസ് ചെല്ലുമ്പോൾ മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ നമ്മളൊരു പബ്ലിക് കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള VIP കൾച്ചർ ഒക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിൽ എന്ന് ഞാൻ ആലോചിച്ചു പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഇത് എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് കുറച്ചു പേർക്ക് സപ്പോർട്ട് ഉണ്ടാകാം, കുറച്ചു പേർക്ക് അത് എതിരുണ്ടാകും. അതങ്ങനെയാണ്, നമ്മുടെ ഇതിനകത്ത് രാജ്യത്ത് അങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയാമെങ്കിലും പക്ഷെ ഇന്നത്തെ കാലത്തിൽ അതൊക്കെ പണ്ട് കാലത്തൊക്കെ സംഭവിച്ചു. പക്ഷെ ഇന്നിപ്പോ ഇങ്ങനെയൊക്കെ ലോകം വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി പിടിക്കുവാണെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. ആർക്കെങ്കിലും ഇതിനോടൊക്കെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഈ ഒരു വിഷയം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുന്നില്ല. ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞത് മാത്രം. അപ്പൊ വീണ്ടും കാണാൻ എല്ലാവരും നന്ദി, നമസ്കാരം, താങ്ക് യു.